എൻ്റെ ഉമ്മമാർക്ക് വേണ്ടി ഞാനൊരു സംഭവം പറയാം. ആസിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് കേട്ടിട്ടില്ലേ എൻ്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ? ആസിയ റളിയല്ലാഹു അൻഹ ഫിർഔനിന്റെ ഭാര്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വീടുള്ള, ഏറ്റവും വലിയ കൊട്ടാരമുണ്ടായിരുന്ന ഫിർഔനിന്റെ ഭാര്യ. മാത്രമല്ല, ഏറ്റവും നല്ല ഐശ്വര്യത്തോടുകൂടി ജീവിച്ച കുടുംബം ആസിയ റളിയല്ലാഹു അൻഹ. പക്ഷേ ഭർത്താവ് ഫിർഔൻ ധിക്കാരിയാണ്, അഹങ്കാരിയാണ്. ഫിർഔൻ പറയും, അന റബ്ബുക്കുമുൽ ഇലാഹ്, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്. നിങ്ങൾ എന്നെ ആരാധിക്കണം, എനിക്ക് നിങ്ങൾ കീഴ്പ്പെടണം. ആസിയ റളിയല്ലാഹു അൻഹയോടും പറഞ്ഞു, നീ എനിക്ക് കീഴ്പ്പെടണം, നീ വണങ്ങേണ്ടത്, നീ ആരാധിക്കേണ്ടത് എന്നെയാണ്. ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല, ആകാശത്തെ സൃഷ്ടിച്ച റബ്ബുണ്ട്, ഈ ഭൂമിയെ സൃഷ്ടിച്ച റബ്ബുണ്ട്, ഈ കാണുന്ന മനോഹാരിത നൽകുന്നതായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവുണ്ട്, എനിക്കും നിങ്ങൾക്കും ജീവനും ജീവിതവും നൽകിയ റബ്ബുണ്ട്, അവനാണ് സംരക്ഷകൻ. അവനെയല്ലാതെ ഞാൻ ആരെയും ആരാധിക്കുകയില്ല. അവനാണ് റബ്ബുക്കുമുൽ അഅ്ലാ, നിങ്ങളുടെയും എന്റെയും ഒക്കെ ഉന്നതനായ റബ്ബ് അല്ലാഹ്, അവനാണ്, അവനെ അല്ലാതെ ഞാൻ ആരാധിക്കില്ല എന്ന് പറഞ്ഞു. ഫിർഔനിന് ദേഷ്യം വന്നു. പല പ്രാവശ്യമായി പല രീതിയിലുള്ള മർദ്ദനങ്ങൾ നടത്തി. ഒരല്പമെങ്കിലും നിന്റെ ഈ വാക്കിൽ നിന്നൊന്ന് മാറാൻ വേണ്ടി, ഞാനാണ് റബ്ബ് എന്ന് പറയാൻ വേണ്ടി ഫിർഔൻ പല പണികളും നടത്തി. എന്തിനധികം, സുബ്ഹാനല്ലാഹ്, ഫിർഔൻ ആസിയ റളിയല്ലാഹു അൻഹയെ ചൂടുള്ളതായ മണലിൽ അതാ കിടത്തുകയാണ്, ആ രീതിയിൽ ഉപദ്രവിക്കുകയാണ്. അതുപോലെ തന്നെ ആസിയ റളിയല്ലാഹു അൻഹയെ അങ്ങാടി പിള്ളരെ കൊണ്ട് വല്ലാതെ രീതിയിൽ ആസിയ റളിയല്ലാഹു അൻഹയെ ഉപദ്രവിക്കുകയാണ്. എന്തൊക്കെ ചെയ്തിട്ടും ശരി, ആസിയ റളിയല്ലാഹു അൻഹ പിന്മാറാൻ തയ്യാറല്ല. അല്ലാഹ് എന്നുള്ള ചിന്തയിൽ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എന്ത് പീഡനവും സഹിക്കാൻ തയ്യാറായിരിക്കുകയാണ് ആസിയ റളിയല്ലാഹു അൻഹ. അവസാനം അതാ ഒരു രക്ഷയുമില്ല എന്ന് കണ്ടപ്പോൾ, പിന്മാറുകയില്ല എന്ന് കണ്ടപ്പോൾ ഫിർഔൻ പറയുകയാണ്, ഇനി ആസിയ ഈ ഭൂമി ലോകത്തുണ്ടാകാൻ പാടില്ല. എന്റെ ഉമ്മമാര് വളരെയേറെ ശ്രദ്ധിക്കണം, ആസിയ ഇനി ഭൂമി ലോകത്തുണ്ടാകാൻ പാടില്ല. ഒരു കല്ലുവെട്ടുകാരനെ ഏർപ്പാട് ചെയ്തു ഫിർഔൻ. ഒരു കല്ലുവെട്ടുകാരനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ആസിയയെ കൊല്ലണം. റളിയല്ലാഹു അൻഹ, മാറാൻ തയ്യാറുണ്ടോ ആസിയ? ഇല്ല, എന്റെ റബ്ബ് അവനാണ് അല്ലാഹ്, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച റബ്ബ്, മാറാൻ തയ്യാറല്ല. പല പീഡനങ്ങളും നടത്തി, മാറാൻ തയ്യാറല്ല. ആസിയ റളിയല്ലാഹു അൻഹയെ അവസാനമതാ ഒരു 4 തറയ്ക്കാൻ പറ്റിയ ആണി പോലുള്ള സാധനം കൊണ്ടുവന്നിട്ട്, സുബ്ഹാനല്ലാഹ്, ആസിയ റളിയല്ലാഹു അൻഹയുടെ കാലിൽ രണ്ടും ബന്ധിക്കുകയാണ്, ആണിയടിക്കുകയാണ്. 2 കൈകളിലും ആണിയടിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, ആസിയ, മാറാൻ തയ്യാറുണ്ടോ ആസിയ? മാറാൻ തയ്യാറുണ്ടോ ആസിയ? ഒന്ന് പറയൂ, ഫിർഔൻ തന്നെയാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറയൂ, നിന്റെ ഭർത്താവ് തന്നെയാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറയൂ ആസിയ. നിനക്ക് ഈ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാം ആസിയ. ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല, ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറല്ല. സുബ്ഹാനല്ലാഹ്, ആസിയ റളിയല്ലാഹു അൻഹ അതാ ഈ ലോകത്ത് നിന്ന് തന്നെ അതാ പര്യവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കല്ലുവെട്ടുകാരനായ മനുഷ്യൻ അതാ വലിയ കൂടം കൊണ്ടുവന്നിട്ട് അതാ മഹദി ആസിയ റളിയല്ലാഹു അൻഹയെ തലയ്ക്കടിച്ചിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതാ ആസിയ റളിയല്ലാഹു അൻഹ ആകാശത്തേക്ക് നോക്കുകയാ.
എന്നിട്ടൊരു ദുആ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന അല്ലാഹുവേ ദുനിയാവിന്റെ ആഡംബരങ്ങൾ എനിക്ക് വേണ്ട, ദുനിയാവിന്റെ ആഡംബരങ്ങൾ എനിക്ക് വേണ്ട, ദുനിയാവിന്റെ പവർ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് അല്ലാഹുവേ നിന്റെ തൃപ്തിയാണ്, നിന്റെ പൊരുത്തമാണ് തമ്പുരാനെ. റബ്ബി ബിനിലി ഇൻദക ബൈത ലാ ഉരീദു ദുനിയാ വസുഖ്റുഫഹാ. ഇതിന്റെ പ്രൗഢിയും ഇതിന്റെ ആഡംബരവും ഈ ദുനിയാവിൻ്റെതായിരിക്കുന്ന സൗഭാഗ്യങ്ങളൊന്നും എനിക്ക് വേണ്ട റബ്ബേ. ഉരീദു വജ്ഹക വജിവാറക. ആസിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നത് നിന്റെ വജ്ഹിനെയാണ്, നിന്റെ തൃപ്തിയെയാണ്, നിന്റെ പൊരുത്തമാണ് റബ്ബേ. അതിലൂടെ നിന്റെ സാമീപ്യം എനിക്ക് കിട്ടണം റബ്ബേ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആസിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്. മാത്രമല്ല സുബ്ഹാനല്ലാഹ് വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ആസിയ റളിയല്ലാഹു അൻഹ പറയുക, അല്ലാഹുവേ ഈ ഫിർഔനിൻ്റെതായിരിക്കുന്ന ക്രൂരമർദ്ദനങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അക്രമകാരികളായ ജനതയിൽ നിന്നും അല്ലാഹുവേ നീ എന്നെ രക്ഷിക്കണം. മഹദിയായി ആസിയ റളിയല്ലാഹു അൻഹയുടെ ദുആ. എന്നിട്ട് ആസിയ റളിയല്ലാഹു അൻഹയുടെ ചുണ്ടുകളിൽ നിന്നതാ പുഞ്ചിരി വിടരുകയാണ്. ആ സമയം പുഞ്ചിരി വിടരുകയാണ്. മലക്കുകൾ അതാ ആസിയ റളിയല്ലാഹു അൻഹയുടെ മുമ്പിലെത്തുകയാണ്. ആസിയ റളിയല്ലാഹു അൻഹ എന്താണ് മൊഴിയുന്നത്, എന്താണ് ചോദിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ആസിയ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, അല്ലാഹുവേ നിന്റെ ഖുർബ് വേണം, നിന്റെ സാമീപ്യം വേണം, നിന്റേതായിരിക്കുന്ന സ്വർഗ്ഗത്തിൽ എനിക്ക് ഒരു ഭവനം വേണം, ഒരു ബൈത്ത് വേണം റബ്ബേ. റബ്ബി ബിനിലി ബൈതൻ ഫിൽ ജന്ന. എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് വേണം റബ്ബേ. ഷഹീദാകാൻ പോകുന്ന സമയത്താ ഒരു മാളിക വേണം എന്നല്ല ചോദിച്ചത്, ഒരു കൊട്ടാരം വേണമെന്നല്ല ചോദിച്ചത്, ഒരു ബൈത്ത് അവിടത്തെ അടുക്കൽ ആ ജിവാറിൽ അല്ലാഹുവിന്റെ സാമീപ്യം, അല്ലാഹുവിന്റെ അടുപ്പം വേണം. ഇതാണ് ആഗ്രഹിച്ചത്. സുബ്ഹാനല്ലാഹ്. ആസിയ റളിയല്ലാഹു അൻഹ അവസാനം ആസിയ റളിയല്ലാഹു അൻഹ അതാ ഫിർഔനിന്റെ ക്രൂരമർദ്ദനത്തിന് വിധേയായിട്ട് ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറയുകയായി. ശത്രുക്കൾ ആസിയ റളിയല്ലാഹു അൻഹയെ ക്രൂരമായി മർദ്ദിച്ചു. അവിടത്തെ ശ്വാസം ഈ ഭൂമിയിൽ നിന്ന് നിലയ്ക്കുമ്പോഴും ആസിയ റളിയല്ലാഹു അൻഹ ചോദിച്ചു കൊണ്ടിരുന്നു, അല്ലാഹുവേ എനിക്ക് നിന്റെ സ്വർഗത്തിൽ ഒരു ബൈത്താണ്, നിന്റെ അടുക്കലുള്ള ഒരു സാമീപ്യമാണ്, സാന്നിധ്യമാണ് റബ്ബേ. ആ സമയം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആസിയ റളിയല്ലാഹു അൻഹയ്ക്ക് സുബ്ഹാനല്ലാഹ് സ്വർഗ്ഗത്തിൽ അതാ ഒരു ബൈത്ത്, അതാ ഒരു ഭവനം അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ഭവനം അല്ലാഹു ആസിയ റളിയല്ലാഹു അൻഹയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിന്റെ പുഞ്ചിരിയായിരുന്നു ആസിയ റളിയല്ലാഹു അൻഹ ആ മരണത്തിന്റെ സമയം, ആ മർദ്ദിക്കപ്പെടുന്ന സമയത്തും ആസിയ റളിയല്ലാഹു അൻഹ പുഞ്ചിരി തൂകിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, ആസിയ റളിയല്ലാഹു അൻഹയെ പോലെ കൊതിക്കുകയാ എന്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ. ആസിയ റളിയല്ലാഹു അൻഹയെ പോലെ കൊതിക്കുക. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അല്ലാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കാൻ ആസിയ റളിയല്ലാഹു അൻഹയെ പോലെ കൊതിക്കുക. നമ്മളാണെങ്കിലോ നമ്മുടെ വീട്ടിലൊരു ചെറിയ ഒരു വിഷയം ഉണ്ടായാൽ, ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ മക്കളുമായിട്ട് ഒരു വിഷമം വന്നാൽ നമ്മൾ അപ്പോഴേ എന്ത് ചെയ്യും? വെച്ച് കെട്ടി എല്ലാം കൂടെ വാരി കെട്ടി ഒരൊറ്റ പോക്ക്, ഇല്ലേ? ഒരൊറ്റ പോക്ക്. നീ വേണമെങ്കിൽ അനുഭവിച്ചോ എന്ന് പറയും, നീ വേണമെങ്കിൽ അനുഭവിച്ചോ എന്ന് പറയും.
എന്നാൽ സുബ്ഹാനല്ലാഹ്, ആസിയ റളിയല്ലാഹു അൻഹയിൽ നിന്ന് എൻ്റെ ഉമ്മമാര് പാഠം പഠിക്കട്ടെ. ആസിയ റളിയല്ലാഹു അൻഹയിൽ നിന്നും എൻ്റെ സഹോദരിമാരെ നിങ്ങൾ പാഠം പഠിക്കണം. തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടേയില്ല, തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടുനിൽക്കലില്ല, തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടുനിൽക്കലില്ല. സത്യം വിളിച്ചു പറയുകയാണ്, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി പണിയെടുക്കുകയാണ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി തേടുകയാണ്. ആ സമയവും തന്റെ ഭർത്താവ് ധിക്കാരിയായിരുന്നിട്ടും, തന്റെ ഭർത്താവ് അഹങ്കാരിയായിരുന്നിട്ടും, തന്റെ ഭർത്താവ് പെണ്ണിനും മദ്യത്തിനും വേണ്ടി തന്റെ ഭർത്താവ് ഫിറഔൻ തന്റെ ജീവിതം ആ രീതിയിൽ തുലച്ചുകൊണ്ടിരിക്കുമ്പോഴും ആസിയ റളിയല്ലാഹു അൻഹ ഇബാദത്തിൽ നിന്ന് മാറിയിരുന്നില്ല, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് മാറിയിരുന്നില്ല. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി കഴിഞ്ഞുകൂടി ആസിയ റളിയല്ലാഹു അൻഹ. എൻ്റെ ഉമ്മ, എലത്തൂരിലുള്ള എൻ്റെ ഉമ്മ ആസിയ റളിയല്ലാഹു അൻഹയുടെ ജീവിതം നമുക്ക് പാഠമാകട്ടെ. നിന്റെ ഭർത്താവ് ഒരു പക്ഷേ തെറ്റുകാരനായിരിക്കാം. ഉസ്താദേ, എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, എൻ്റെ ഭർത്താവ് മയക്കുമരുന്നുകാരനാണ്, എൻ്റെ ഭർത്താവ് തെറ്റുകാരനാണ്, എൻ്റെ മക്കൾ തെറ്റുകാരാണ്. ഉസ്താദേ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് വേദനിക്കുന്ന എത്രയെത്ര സഹോദരിമാരുണ്ട്. ആസിയ ഉമ്മയുടെ ജീവിതം നിങ്ങൾക്ക് പാഠമാകട്ടെ. ആസിയ ഉമ്മയുടെ ജീവിതം നിങ്ങൾക്ക് പാഠമാകട്ടെ. വിഷമിക്കണ്ട ഉമ്മ, വിഷമിക്കണ്ട. റബ്ബിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തൂ, അള്ളാഹുവിന്റെ മുമ്പിൽ തലകൾ കുനിക്കൂ, എന്നിട്ട് അള്ളാഹിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തൂ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നിങ്ങളുടെ സങ്കടങ്ങൾ, ആവലാദികൾ, വേവലാദികൾ പറയൂ. റബ്ബിന്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം അള്ളാഹു നിങ്ങൾക്ക് ഏർപ്പാട് ചെയ്യും, സംശയമില്ല. ഹൃദയങ്ങളെ മറിക്കുന്നവൻ അള്ളാഹുവാണ്, ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നവൻ അല്ലാഹുവാണ്. കമല മിനൽ റിജാലി കസീറുൻ വലം യകുമൽ മിനൻ നിസാഇ ഇല്ലാ ആസിയത ഇംറഅത ഫിറഔൻ വമറിയമു ഇബ്നത ഇംറാൻ. പുരുഷന്മാരിൽ പലരും അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവരായിട്ടുണ്ട്, പൂർണ്ണരായിട്ടുണ്ട്. എന്നാൽ സ്ത്രീകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിലൂടെ പേര് എടുത്ത് പറയപ്പെട്ട സ്ത്രീകളിൽ രണ്ട് സ്ത്രീകൾ, അത് ഒന്ന് ആസിയ റളിയല്ലാഹു അൻഹയാണ്, രണ്ടാമത്തേത് മറിയം റളിയല്ലാഹു അൻഹയാണ്. ആരൊക്കെയാണ്? മറിയം റളിയല്ലാഹു അൻഹയും ആസിയ റളിയല്ലാഹു അൻഹയുമാണ്. ആസിയ റളിയല്ലാഹു അൻഹയുടെ നാവിൽ നിന്ന് വന്നത് ഇതാണ്: റബ്ബി ബിനിലി ഇൻദക ബൈതാ ലാ ഉരീദു ദുനിയാ വസുഖ്റുഫഹാ. ഞാൻ അതാണ് എൻ്റെ ഉമ്മയോട് പറഞ്ഞത്, എൻ്റെ പെങ്ങളോട് പറഞ്ഞത്. അല്ലാഹുവേ, നിന്റെ അടുക്കൽ എനിക്കൊരു സ്വർഗം വേണം, ഒരു സാമീപ്യം വേണം. ലാ ഉരീദു ദുനിയാ, ഈ ദുനിയാവിനെ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. വസുഖ്റുഫഹാ, ഈ ദുനിയാവിന്റെ പവറും പത്രാസുമല്ല ഞാൻ തേടുന്നത്. ഇത് പറയാൻ എൻ്റെ ഉമ്മമാര് തയ്യാറാകണം. നിങ്ങളോട് മേക്കപ്പ് ഇട്ടുകൊണ്ട് വരാൻ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞാൽ, ലിപ്സ്റ്റിക് പുരട്ടാൻ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞാൽ, അതുപോലെ തന്നെ വേണ്ടാത്ത അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ പറയണം, ലാ ഉരീദു ദുനിയാ വസുഖ്റുഫഹാ. വേണ്ട വേണ്ട, എനിക്ക് ദുനിയാവ് വേണ്ട. വേണ്ട വേണ്ട, എനിക്ക് ദുനിയാവ് വേണ്ട. ദുനിയാവിന്റെ ഭംഗി വേണ്ട, ദുനിയാവിന്റെ ആഡംബരങ്ങൾ എനിക്ക് വേണ്ട. എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കേണ്ടുന്നവളാ, അള്ളാന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് സമാധാനം ഞാൻ പറയേണ്ടുന്നവളാ. അതുകൊണ്ട് ഞാനില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ എന്റെ പെങ്ങളെ, എന്റെ സഹോദരിമാരെ, നിങ്ങൾ തയ്യാറാകണം. മനസ്സിലായില്ലേ? അപ്പോഴല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ ഈ രീതിയിൽ അല്ലാഹുവുമായിട്ട് അടുക്കുന്ന എൻ്റെ ഉമ്മ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായമുണ്ടാകും. അതേ തെറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലാഹു കഴിവുള്ളവനാണ്, മറന്നു പോകരുത്. തെറ്റിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മക്കളെ ആ തെറ്റിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ
ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന അള്ളാഹു കഴിവുള്ളവനാണ്. അതുകൊണ്ട് സ്ത്രീകളോട് ഇത് പറയാൻ കാര്യം എന്താ? വീട്ടിലെ വിളക്ക് അവരാ, വീട്ടിലെ വിളക്ക് അവരാണ്. അവര് കെട്ടുപോയാൽ എല്ലാം തീർന്നു, ഇല്ലേ? അങ്ങനല്ലേ? അവര് കെട്ടുപോയാൽ, ആ വിളക്കണഞ്ഞു പോയാൽ എല്ലാം നശിച്ചു. ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞത് അതാണ്. ദുനിയാവിന്റെ പ്രൗഢി വേണ്ട എനിക്ക്, ദുനിയാവിന്റെ ആഡംബരങ്ങൾ വേണ്ട എനിക്ക്, എൻ്റെ റബ്ബിന്റെ തൃപ്തി, എൻ്റെ റബ്ബിന്റെ പൊരുത്തം. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, രാവിലെ തന്നെ സുബഹിക്ക് നിങ്ങൾ ഒന്ന് എണീറ്റ് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഭർത്താവിനെ ഒന്ന് വിളിക്കൂ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ധ്വനികൾ കേട്ടില്ലേ? നിസ്കാരത്തിന് വേണ്ടി എണീക്കൂ എന്ന് എൻ്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ നിങ്ങളുടെ ഭർത്താവിനോട്. ഒരു പക്ഷേ 1, 2, 3 ഒരാഴ്ചയോ ഒരു മാസമോ ഒന്ന് കിടന്നുറങ്ങും, പിന്നെ കിടന്നുറങ്ങാൻ കഴിയില്ല. നിന്നിൽ ഒരു മാതൃകയുണ്ട്, അതൊരു വിളക്കാണ് നീ, ഒരു വീടിന്റെ പ്രകാശമാണ് നീ. നിന്നെ കണ്ടാണ് നിന്റെ മക്കൾ വളരുക, നിന്നെ കണ്ടാണ് ഒരു സമൂഹം നന്നാവുക. സ്ത്രീ നശിച്ചാൽ എല്ലാം നശിച്ചു. അതുകൊണ്ട് ആസിയ ഉമ്മയുടെ പാഠം നിങ്ങൾക്ക് പാഠമാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ആ രീതിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. എത്ര വലിയ ബുദ്ധിമുട്ട് വന്നിട്ടും, എന്തെല്ലാം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടും ആസിയ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ ആ പരിശുദ്ധിയിൽ നിന്നും, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും, അള്ളാഹുവിനെ അംഗീകരിക്കുന്നതിൽ നിന്നും ആസിയ റളിയല്ലാഹു അൻഹ പിന്മാറാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് നമുക്ക് മാതൃകയാകണം. എത്രയെത്ര സംഭവങ്ങളാണ് പറയാനുള്ളത്. എൻ്റെ ഉമ്മ ഒന്ന് ശ്രദ്ധിക്കൻ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ആദ്യമായി ഷഹീദായ ഒരു സ്ത്രീയുണ്ട്. ആരാത്? ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദ ആരാ? ഒന്ന് പറഞ്ഞേ. സുമയ്യ റളിയല്ലാഹു അൻഹ, സുമയ്യ ബിന്തു ഖയ്യാത്ത് റളിയല്ലാഹു അൻഹ ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദയാ. എൻ്റെ ഉമ്മമാർക്ക് വേണ്ടി ഞാൻ പറയുകയാ. സുബ്ഹാനല്ലാഹ്. യാസിറിന്റെ ഭാര്യ ദുർബല കുടുംബമാണ്. മക്കയിൽ ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ കുടുംബമാണ് യാസിറിന്റെ കുടുംബം. ഇസ്ലാമിൽ ആദ്യമായി ഷഹീദായ വനിതയാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. എന്തെന്ത് പീഡനങ്ങളാ സഹിക്കേണ്ടി വന്നത്, എത്രയെത്ര പീഡനങ്ങളാ സഹിക്കേണ്ടി വന്നത്. സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഖബർ കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടായില്ലേ? ഉണ്ടാ? ഹറമിൽ പോയാൽ ഇപ്പോഴും ഖബർ കെട്ടിപ്പൊക്കിയ നിലയിൽ കാണാൻ കഴിയുന്ന ഒരേ ഒരു ഖബർ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഖബറാ. ഇന്നും അതേപോലെ ശേഷിച്ചിരിക്കുക സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഖബർ. അതേ സുബ്ഹാനല്ലാഹ്. സുമയ്യ റളിയല്ലാഹു അൻഹ എൻ്റെ പെങ്ങളെ ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദയാണ്. ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദയാണ്. അബൂജഹൽ വന്ന് ചോദിച്ചു, മുഹമ്മദിനെ തള്ളിപ്പറയാൻ സുമയ്യ നിനക്ക് കഴിയുമോ? മുഹമ്മദിനെ ഒന്ന് തള്ളിപ്പറയണം, മുഹമ്മദിനെ ഒന്ന് തള്ളിപ്പറയണം, നിനക്ക് കഴിയോ? സുമയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റളീനാ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ. ഞാൻ എൻ്റെ റബ്ബ് അല്ലാഹുവായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. എൻ്റെ ദീൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. എൻ്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് എൻ്റെ നബിയായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. സുമയ്യ റളിയല്ലാഹു അൻഹ വിട്ടില്ല. സുമയ്യ റളിയല്ലാഹു അൻഹയെയും ഇതുപോലെ ആസിയ റളിയല്ലാഹു അൻഹയെ ഏതെല്ലാം രീതിയിൽ കഷ്ടപ്പെടുത്തിയോ അതേ രീതിയിലൊക്കെ ഇതിൽ നിന്നൊന്ന് പിന്മാറ്റാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തി. ചുട്ടുപഴുത്ത മണൽ പരപ്പിലൂടെ സുമയ്യ റളിയല്ലാഹു അൻഹയെ വലിച്ചിഴച്ചു. ആ സമയവും അല്ലാഹു അഹദ് അല്ലാഹു അഹദ് റളീനാ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയാ.
എൻ്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറഞ്ഞു. മാറാൻ തയ്യാറുണ്ടോ സുമയ്യ? മാറാൻ തയ്യാറല്ല. അല്ലാഹുവാണ് ഏകൻ, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. സുമയ്യ റളിയല്ലാഹു അൻഹ ഉറച്ചു നിന്നു. എൻ്റെ സഹോദരന്മാരെ, എൻ്റെ ഉമ്മപെങ്ങന്മാരെ, എങ്ങനെയാ സുമയ്യ റളിയല്ലാഹു അൻഹ ഷഹീദായതെന്നറിയോ? സുമയ്യ റളിയല്ലാഹു അൻഹയെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തിയിട്ട് സുബ്ഹാനല്ലാഹ് ചുട്ടുപഴുത്ത കുന്തം കൊണ്ടുവന്നിട്ട് സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഗുഹ്യസ്ഥാനത്ത് കുത്തിയിറക്കുകയാ. അപ്പോഴും സുബ്ഹാനല്ലാഹ് സുമയ്യ റളിയല്ലാഹു അൻഹ പിന്മാറാൻ തയ്യാറല്ല. സുമയ്യ റളിയല്ലാഹു അൻഹ വിളിച്ചു പറയുകയാണ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അതാ സുമയ്യ റളിയല്ലാഹു അൻഹ ആ പരിശുദ്ധമായ മക്കയുടെ മണ്ണില് സുമയ്യ റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ കിങ്കരന്മാര് അതാ ചുട്ടുപഴുത്ത കുന്തം കൊണ്ടുവന്നിട്ട് സുമയ്യ റളിയല്ലാഹു അൻഹയുടെ മുഖ്യസ്ഥാനത്ത് കുത്തിയിറക്കിയിട്ട് വേദനിപ്പിക്കുന്നു, അതേ രീതിയിൽ പീഡിപ്പിക്കുന്നു. അപ്പോഴും മാറുന്നില്ല, അപ്പോഴും മാറുന്നില്ല, അപ്പോഴും അല്ലാഹു അഹദെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ഈ ലോകത്തോട് സുമയ്യ റളിയല്ലാഹു അൻഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സ്വർഗം കണ്ടുകൊണ്ട് സുമയ്യ റളിയല്ലാഹു അൻഹ ഷഹീദാവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇതറിഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓടി വരികയാണ്. നോക്കുമ്പോഴുണ്ട് സുമയ്യ റളിയല്ലാഹു അൻഹ ഷഹീദായി കിടക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന് വേദനയായി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇസ്ബിരി യാ ആല യാസിർ ഫഇന്ന മൗഇദകുൽ ജന്ന. യാസിറിന്റെ കുടുംബമേ ക്ഷമിക്കൂ, യാസിറിന്റെ കുടുംബമേ ക്ഷമിക്കൂ. ഇസ്ബിരി യാ ആല യാസിർ, യാസിറിന്റെ കുടുംബമേ ക്ഷമിക്കൂ. ഫഇന്ന മൗഇദകുൽ ജന്ന, അല്ലാഹു നിങ്ങൾക്കിതാ സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ത്യാഗത്തിന്റെ പിന്നിലെ സ്വർഗം കിട്ടൂ, ത്യാഗത്തിന്റെ പിന്നിലെ സ്വർഗം കിട്ടൂ. സുമയ്യ റളിയല്ലാഹു അൻഹയ്ക്ക് മാറാമായിരുന്നില്ലേ? സുമയ്യ റളിയല്ലാഹു അൻഹയ്ക്ക് ജീവിതം കിട്ടുമായിരുന്നില്ലേ? സുമയ്യ റളിയല്ലാഹു അൻഹ മാറിയില്ല. അല്ലാഹു ആണ് അഹദ്, അല്ലാഹു ആണ് അഹദ്. പടച്ച തമ്പുരാൻ അല്ലാഹുവിനെ തന്റെ മനതാരിൽ, തന്റെ ഉള്ളറകളിൽ പടച്ച തമ്പുരാനോടുള്ള തൃപ്തി, അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത്, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് മാറാൻ തയ്യാറായില്ല. അതിന്റെ പ്രതിഫലം എന്താ? ഒരിക്കലും കള്ളം പറയാത്ത ലോകത്തിന്റെ മുത്ത് പറയുകയാണ്, ഫഇന്ന മൗഇദകുൽ ജന്ന. നിങ്ങൾക്ക് സ്വർഗമാ, നിങ്ങൾക്ക് സ്വർഗമാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗം നേടാൻ നമുക്ക് അവർക്കും തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അവരൊക്കെ സ്വർഗത്തെ ആഗ്രഹിച്ചവരാ, അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിച്ചവരാ, അല്ലാഹുവിനെ കാണാൻ കൊതിച്ചവരാ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പണിപ്പെട്ടവരാ അവര്. യാ റബ്ബി ഇന്ന അദാബഹും ശദീദ് വലാകിന്ന ഹുബ്ബക ഫീ ഖൽബി അശദ്. അല്ലാഹുവേ, അവരുടേതായിരിക്കുന്ന ക്രൂരമർദ്ദനങ്ങൾ, ഇന്ന അദാബഹും ശദീദ്, അവരുടെ ക്രൂരമർദ്ദനങ്ങൾ അതികഠിനമാണ്. പക്ഷേ വലാകിൻ ഹുബ്ബക ഫീ ഖൽബി അശദ്, എന്നാൽ അവരുടെ ഉപദ്രവങ്ങളെക്കാൾ എന്റെ ഹൃദയത്തിൽ നിന്നോടുള്ള സ്നേഹം അതിനേക്കാൾ കടുപ്പമാണ്. നിന്നോടുള്ള സ്നേഹം അതിനേക്കാൾ കടുപ്പമാണ്. ഇവരുടെ ഉപദ്രവം എനിക്ക് സഹിക്കാൻ കഴിയണില്ല, ഇവരുടെ ഉപദ്രവം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷേ നിന്നോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ അതിനേക്കാൾ കടുപ്പമാണ്. ഇതാണ് മഹബ്ബത്ത്. അങ്ങനെ വരുമ്പോ പിന്നെ ഒന്നും പ്രയാസമല്ല. അവിടെ കുന്തം കൊണ്ടുവന്ന് കുത്തിയാലും ശരി,
ശരീരം ഓരോരോ ഭാഗങ്ങളായി മുറിച്ച് 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 മാറ്റിയാലും ശരി, അവിടെയാ മഹബ്ബത്ത്, അല്ലാഹുവേ നിന്നോടുള്ള ഇഷ്ടം, നിന്റെ പൊരുത്തത്തിന് വേണ്ടി നിന്നെ കാണാനുള്ള ആഗ്രഹം എന്റെ ഹൃദയത്തിൽ ഇതിനേക്കാൾ കടുപ്പമാണ്. അപ്പൊ പിന്നെ എനിക്കിതെന്തോന്നാ അല്ലാ എന്നായി പറയുന്നത്? എനിക്കിതൊക്കെ നിസ്സാരമാ. ചെറിയൊരു ജലദോഷം വന്നാലേ, ഒരു ചെറിയൊരു ജലദോഷം വന്നാൽ ഞാൻ നിങ്ങൾ സഹിക്കോ? ഇല്ലേ? ഒരു ചെറിയൊരു ജലദോഷം വന്നാൽ, ഒരു രോഗം വന്നാൽ, ഇതൊരു നാശം തന്നെ, വല്ലാത്ത നാശം തന്നെ. ഇതെന്നെ കൊണ്ടേ പോകും. ചിലർ പറയും ഇതെന്നെ കൊണ്ടേ പോകും. വല്ലാത്ത നാശം തന്നെ. ശപിക്കല്ലേ നിങ്ങൾ, ശപിക്കല്ലേ നിങ്ങൾ രോഗത്തെ, ശപിക്കല്ലേ നിങ്ങൾ രോഗത്തെ, നിങ്ങൾ ശപിക്കല്ലേ കാറ്റിനെ, നിങ്ങൾ ശപിക്കല്ലേ. ഇതെന്തോ ഒരു നാശം ഈ കാറ്റ്, എന്തോ ഒരു നാശം ഈ മഴ. ഇങ്ങനെ പറയല്ലേ നിങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, ഇങ്ങനെ ശപിക്കല്ലേ നിങ്ങൾ. നിങ്ങൾക്കൊരു പനി വരുന്നത്, ഒരു ജലദോഷം വരുന്നത് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിവിടെ ശപിക്കുക, എന്തോന്ന് നാശം ഇത് അല്ലേ? ശപിക്കല്ലേ നിങ്ങൾ കാലാവസ്ഥകളെ കുറ്റം പറയല്ലേ, നിങ്ങൾ മഴയെ കുറ്റം പറയല്ലേ, മഴയെ ശപിക്കല്ലേ. ഇതെന്തോ ഒരു മഴ നാശം, ഇതെന്തോ ഒരു കാറ്റ് നാശം, ഇതെന്തോ ഒരു രോഗം നാശം. ഇങ്ങനെ നിങ്ങൾ പറയല്ലേ. ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ഇതെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിലേക്ക് വിട്ടതാണ്. ഇതൊന്നും നിങ്ങൾ നാശം എന്ന് നിങ്ങൾ പറഞ്ഞു കളയരുത്. നിങ്ങൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. ആ ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഒന്നിനെയും ശപിക്കരുത്, ഒന്നിനെയും ശപിക്കരുത്. ചിലരുണ്ട് എന്തിനും ശാപമാണ്, എന്തിനും ശാപം. മക്കളെന്തെങ്കിലും ചെയ്താൽ നീ നശിച്ചു പോടാ, ഇല്ലേ? ചിലര് പറയും. അല്ലെങ്കിൽ പറയും നാശം. മഹത്തുക്കൾ പറയുകയാണ്, നീ നിന്റെ വീട്ടിൽ വളർത്തുന്ന കോഴി ഉണ്ടല്ലോ, കോഴി, ആ കോഴിയെ പോലും നീ ശപിക്കരുത്. നാശം ഇറങ്ങിപ്പോന്ന് പറയില്ലേ? എന്റെ ഉമ്മ, എന്റെ പെങ്ങളെ, വീട്ടിൽ വളർത്തുന്ന കോഴിയെപ്പോലും ശപിക്കരുത്. ആ ശപിച്ച കോഴിയുടെ മുട്ട നീ കഴിക്കരുത്. ശാപം അതിലിറങ്ങിയിട്ടുണ്ട്, ശാപം അതിലിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ വീട്ടിൽ വളർത്തുന്ന കോഴിയെപ്പോലും ശപിക്കരുത്. സുബ്ഹാനല്ലാഹ്, എത്ര മഹത്തരമാണിത്. നമുക്കെല്ലാത്തിനും ശാപമാണ്. ഇന്ന് മക്കയിൽ ഇമാമ് നിൽക്കുന്ന ലോക പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതനാണ് മഹാനായ അബ്ദുറഹ്മാൻ സുദൈസി. കേട്ടിട്ടില്ലേ? മഹാനവറുകളുടെ പാരായണം കേൾക്കാത്തവർ ചുരുക്കമാണ്, വിരളമാണ്. അബ്ദുറഹ്മാൻ സുദൈസി പരിശുദ്ധമായ കഅബയിൽ, പരിശുദ്ധമായ മക്കയിൽ ഏറ്റവും അറിയപ്പെട്ട ലോക പണ്ഡിതൻ അബ്ദുറഹ്മാൻ സുദൈസി. അടിക്കുമ്പോൾ തന്നെ നല്ല ഇമ്പമാർന്ന ഖിറാഅത്ത് കേൾക്കാം. മഹാനവറുകൾ ഒരിക്കലേ പരിശുദ്ധമായ ഹറമിൽ നിന്നിട്ട് ഖുത്ബ ഓതുകയാണ്. ഖുത്ബ ഓതുമ്പോഴത്തേക്ക് ഒരു കാര്യം പറഞ്ഞു ഖുത്ബയിൽ. ആ ഖുത്ബയൊക്കെ ഇങ്ങനെ അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും, വർഷങ്ങൾക്ക് മുമ്പുള്ള ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശൈഖ് അബ്ദുറഹ്മാൻ സുദൈസി തവ്വലല്ലാഹു ഉംറ, മഹാനവറുകൾ എന്ത് ചെയ്തു? ഒരു സംഭവം പറഞ്ഞു. എന്റെ നാട്ടിൽ ഒരു മാതാവ്, ആ മാതാവ് ഹാഫിളത്താണ്, ഖുർആൻ പഠിച്ച ഒരു മാതാവാണ്. എല്ലാ ദിവസവും രാവിലെ ആ ഉമ്മ എഴുന്നേൽക്കും. എന്നിട്ട് തന്റെ ചെറിയ മകനെ വിളിച്ചുണർത്തും. ഖുത്ബയിൽ പറഞ്ഞതാണ് ചില കാര്യങ്ങൾ. തന്റെ ചെറിയ മകനെ വിളിച്ചുണർത്തും. രാവിലെ തന്നെ 4 മണിക്ക് തന്നെ ആ കൊച്ചു മകനെ വിളിച്ചുണർത്തിയിട്ട്, മോനെ നീ എണീക്കണം, എന്നിട്ട് നീ സുബഹി നിസ്കരിക്കണം, മറന്നു പോകരുത്. ആ ഉമ്മ ആ പൊന്നു മകനെ എല്ലാ ദിവസവും വിളിച്ചുണർത്തും.
ആ മകൻ എന്നും രാവിലെ സുബഹി മുടങ്ങാതെ നിസ്കരിച്ചുകൊണ്ടിരിക്കും. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ ആ ഉമ്മ ആ മകന്റെ അടുക്കലിരിക്കും. ഹാഫിളത്തായ ആ ഉമ്മ ആ മകൻ പഠിച്ച ഖുർആൻ ഓതി കേൾക്കും. അങ്ങനെ കുറെ സമയം അങ്ങനെ കഴിഞ്ഞു കിടക്കും. ആ മകനെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യം അതായത് 5 വയസ്സിന് മുമ്പ് ആ മകന് നാവ് തിരിയില്ലായിരുന്നു. ആ ഉമ്മ എന്നും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും, അല്ലാഹുവേ എൻ്റെ മകന്റെ നാവ് നീ ശരിയാക്കി കൊടുക്കണേ എന്ന് ദുആ ചെയ്യും. എന്നും ദുആ ചെയ്യും. ആ ഉമ്മ എന്നും ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ ഉമ്മയാണ് 5 വയസ്സ് വരെയും ആ മകന് വേണ്ടി ആ ഉമ്മ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. ആ മകന്റേതായിരിക്കുന്ന നാവിൻ്റെതായ ആ സംസാരത്തിന്റെ കുറവ് അത് പരിഹരിക്കപ്പെട്ടു. അൽഹംദുലില്ലാഹ്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മകനെ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഉമ്മയും ആ ഉപ്പയും ആക്കി. ആ മകൻ ഖുർആൻ പഠിച്ചു. 12ാമത്തെ വയസ്സിൽ ആ മകൻ ഖുർആൻ ഹാഫിളായി. ആ ഉമ്മ ആ മകനിൽ എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ ആ ഉമ്മ ചെയ്തിരുന്നത് മോനെ ശപിക്കുമായിരുന്നില്ല. ഒരിക്കൽ പോലും ആ ഉമ്മ മോനെ ശപിക്കുന്നത് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഉമ്മ എന്ത് പറഞ്ഞാലും ശരി, ആ സമയം ആ ഉമ്മ പറയും, നിന്നെ അല്ലാഹു ഹറമിലെ ഇമാമാക്കട്ടെ എന്ന്. ഹറമിലെ ഇമാമാക്കട്ടെ എന്ന് ആ ഉമ്മ എപ്പോഴും പറയും. എന്തെങ്കിലും ഒരു ദേഷ്യം പറയും, നിന്നെ അല്ലാഹു ഹറമിലെ ഇമാമാക്കട്ടെ എന്ന് പറയും. ആ ഉമ്മ മരണപ്പെട്ടു. ഇന്നേക്ക് ഇത്ര ദിവസമായി, ഇത്ര വർഷമായി. ആ ഉമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അന്ന് ആ ഉമ്മയ്ക്ക് ഓരോ വിഷമം വരുമ്പോഴും വിളിച്ചുണർത്തിയ ആ മകൻ, അതുപോലെ തന്നെ നിന്നെ അല്ലാഹു ഹറമിലെ ഇമാമാക്കട്ടെ എന്ന് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ പറഞ്ഞിരുന്ന ആ മകനാണ് നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇന്ന് ഖുത്ബ ഓതുന്ന ഈ അബ്ദുറഹ്മാൻ സുദൈസി. സുബ്ഹാനല്ലാഹ്. മക്കയിൽ തടിച്ചുകൂടിയ ഖുത്ബ കേട്ടുകൊണ്ടിരുന്നവർ മുഴുവനും കരഞ്ഞു, എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. എന്നിട്ട് ആ ഖുത്ബയിൽ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശപിക്കരുത്. നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ നിങ്ങൾ ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ ഇന്ന് മക്കയിലെ ഇമാമായത് എന്ന് മഹാനവറുകൾ അബ്ദുറഹ്മാൻ സുദൈസി ആ മഹാനവറുകൾ പറഞ്ഞത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാനുഭാവർക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഒന്നിനെയും ശപിക്കരുത്, ഒരു വസ്തുവിനെയും. നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാകട്ടെ.